നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരട്ടി കീഴൂർക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് പയഞ്ചേരി വികാസ് നഗറിലെ മുഹമ്മദ് റസീൻ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈ നടലും വിവിധ പരിപാടികളും. ജില്ലയിൽ പച്ചത്തുരുത്ത് വ്യാപന പരിപാടികൾക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. രോഹിണി ആരാധനയ്ക്കൊരുങ്ങി കൊട്ടിയൂർ അക്കരെ സന്നിധാനം. ബുധനാഴ്ചയും കൊട്ടിയൂരിൽ ഭക്തജന പ്രവാഹം. വിശദമായ വാർത്തകളിലേക്ക്. ഇരട്ടി കീഴൂർക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കീഴൂർക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. പയഞ്ചേരി വികാസ് നഗറിലെ മുഹമ്മദ് റസീനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാത്രി 9:45 അപകടം. മുഹമ്മദ് റസീനും മുഹമ്മദ് നജാദ് എന്നിവർ സഞ്ചരിച്ച ബൈക്ക് കീഴൂർക്കുന്നിൽ വെച്ച് എതിരെ വരികയായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ ഇരിട്ടിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മുഹമ്മദ് റസീന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പയഞ്ചേരി വികാസ് നഗറിലെ ഇല്ലിക്കൽ അബ്ദുറഹ്മാന്റെയും റെയ്നാസിന്റെയും മകനാണ്. അങ്ങാടിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയാണ് മുഹമ്മദ് റസീൻ. റാനിയ, റനൽ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മലയോരത്തെ വിവിധ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ നടലും നടന്നു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗതം പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ ആർ സജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പ്രേമി പ്രയാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതിലത, മറ്റ് UNBD ഉൾപ്പെടെയുള്ള ജീവനക്കാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഇന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുകയാണ്. ജൂൺ മാസം 5-ാം തീയതി ഇവിടെ പറഞ്ഞ രീതിയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 1973 മുതൽ ലോകമെമ്പാടും ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ഘട്ടത്തിനകത്ത് ലോക ജനസംഖ്യ എന്ന് പറയുന്നത് 393 കോടിയാണ്. അത് പിന്നീട് 2015 ആകുമ്പോഴത്തേക്ക് 732 കോടിയും 2050 ഈ ലോകത്തിലെ ജനസംഖ്യ 960 കോടിയും ആവുകയാണ്. ഇത് കാണിക്കുന്നത് ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചിട്ട് സൗകര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഭക്ഷണങ്ങൾ ആവശ്യമാണ്, വീട് ആവശ്യമാണ്, മറ്റെല്ലാ സൗകര്യങ്ങളും കോടിക്കണക്കായിട്ടുള്ള മനുഷ്യർക്ക് കൂടുതലായിട്ട് വേണ്ടി വരികയാണ്. ഇന്ന് ലോക ജനസംഖ്യയിൽ 100 കോടിയോളം ആളുകൾ പോഷകാഹാരത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നുണ്ട്. അത്രയും തന്നെ ആളുകൾ ദാരിദ്ര്യവും നല്ല തോതിൽ അനുഭവിക്കുന്ന ജനസംഖ്യയാണ് ഈ രാജ്യത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടി ഭക്ഷ്യധാന്യം ഓരോ വർഷവും ലോകത്ത് പാഴായി പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള വായുവും വെള്ളവും എല്ലാം ലഭ്യമാക്കാൻ സാധിക്കണമെങ്കിൽ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമി പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതിലത, സെക്രട്ടറി CR സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞയും എടുത്തു. സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എന്റേതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണ
ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കുനിത്തല ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ്, വാർഡ് മെമ്പർ യമുന സി, NREGS ജീവനക്കാർ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കർഷക സംഘം പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി മുരിങ്ങോടിയിൽ പച്ചത്തുരുത്ത പരിപാടി നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം VG പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. വി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MS വാസുദേവൻ, K ശശീന്ദ്രൻ മാസ്റ്റർ, K പ്രഭാകരൻ, ശൈലജ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന്. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാം, വലിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ചപ്പ് നിലനിർത്തുക എന്നതാണ് അതിനേറ്റവും വലിയ പ്രതിവിധിയായിട്ടുള്ളത്. തൈകൾ നട്ടുകൊണ്ട് പച്ചത്തുരുത്തുകൾ ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ഓരോരുത്തർക്കും കഴിയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റുകളിലും ഒരു ഫലവൃക്ഷ തൈകളെങ്കിലും നടണം എന്നതാണ് ഇന്നത്തെ ഇപ്രാവശ്യം നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ കർഷക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പേരാവൂർ ഏരിയ തല ഉദ്ഘാടനം ഇവിടെ തൈ നട്ടുകൊണ്ട് ഏരിയ തലത്തിലുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇരിട്ടി മർച്ചന്റ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് N കുഞ്ഞുമൂസ പ്ലാവിൻ തൈ നട്ട ഉദ്ഘാടനം ചെയ്തു. സംഘം വൈസ് പ്രസിഡന്റ് PK റഫീഖ്, സെക്രട്ടറി ജോൺസൺ, ഡയറക്ടർമാരായ ഈസ തറാൽ, അൻവർ സാദത്ത്, സംഘം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പേരാവൂർ ശാന്തിനികേതൻ ഇംഗ്ലീഷ് സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം കൃഷി ഓഫീസർ MM സാന്ദ്ര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ റെജി രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പാൾ ഷൈമ NN, മേരി ജോണി, KK രാമചന്ദ്രൻ, ശശീന്ദ്രൻ VK, സിന്ധു MK തുടങ്ങിയവർ സംബന്ധിച്ചു. കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ, പരിസ്ഥിതി ദിന സന്ദേശ ജാഥ, വൃക്ഷത്തൈ നടൽ എന്നിവ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P ബിജു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ എറമു KP, പ്രധാനാധ്യാപിക മിനി ജോസഫ്, K സന്തോഷ്, KK വേണുഗോപാൽ, കുര്യാക്കോസ് PK തുടങ്ങിയവർ സംസാരിച്ചു. പേരാവൂർ ഗവൺമെന്റ് ITയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ITI ശലഭോദ്യാനത്തിൽ ചെടിനട്ട പ്രിൻസിപ്പാൾ S ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ ഗോപിനാഥ് മണത്തണ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒലിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ വരുന്ന തലമുറക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമാണ് ഒലിച്ചു പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പുഴ കലങ്ങി ഒലിച്ചു പോകുന്നുണ്ടാകുക നമുക്കൊന്നും തോന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒലിച്ചു പോകുന്ന ഭാവി തലമുറയുടെ സമ്പത്താണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്നും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ലളിതമായി ഞാൻ പറഞ്ഞതാണ്, ഈ കാലാവസ്ഥയിലും മണ്ണിലും വെള്ളത്തിലും വരുന്ന ഈ മാറ്റങ്ങളെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒരു ആവാസ വ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ഒരു ചെറിയ യൂണിറ്റാണ്, അല്ലെങ്കിൽ ഈ വ്യവസ്ഥയുടെ ഒരു യൂണിറ്റാണ്. അതിൽ ജീവനുള്ള വസ്തുക്കളും അചേതന വസ്തുക്കളും ചേർന്നുള്ള ഒരു പാരിസ്ഥിതികത്തിൻ്റെ
ജീവനുള്ള വസ്തുക്കൾ ജീവനില്ലാത്ത മറ്റ് വസ്തുക്കളെ ആശ്രയിച്ചുകൊണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഗ്രീൻ ക്യാമ്പസ് കോർഡിനേറ്റർ ബിജു പോൾ, സ്റ്റാഫ് സെക്രട്ടറി പി കെ ഷിബു, ട്രെയിനീസ് കൗൺസിൽ ചെയർമാൻ ജിഷ്ണു ഗിരീഷ്, അനീഷ് പി, ട്രെയിനീസ് കൗൺസിലർ മിഥുന രമേശ് എന്നിവർ നേതൃത്വം നൽകി. ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഇ ജെ അഗസ്റ്റിൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ER വിജയൻ, CA രശ്മി, ശാസ്ത്രാധ്യാപകൻ പി അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി. മഞ്ഞളാമുറി യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നിർവഹിച്ചു. കേളകം കൃഷി ഓഫീസർ സുനിൽ KG കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ സുനിത വാത്യർ, PTA പ്രസിഡന്റ് സുജയ് T ജേക്കബ്, സ്കൂൾ പ്രധാനാധ്യാപിക റോസമ്മ PD, വാർഡ് മെമ്പർ ജോണി പാമ്പാടി, അമ്പിളി സജി, ഷിജോ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. കുനിത്തല ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ CA യമുനയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ടുള്ള പരിപാടികളുടെ പേരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ പരിസ്ഥിതി മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ തലങ്ങളിലും എല്ലാ വർഷവും നടത്താറുണ്ട്. അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ സമൂഹം തന്നെയാണ് വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ അറിവില്ലായ്മയുടെ ഭാഗമായി മലിനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മനുഷ്യർ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഭാഗമായി മാറുക. അപ്പോഴാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പരിസ്ഥിതി വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് തലത്തിലും തദ്ദേശ ഭരണ സ്ഥാപന തലത്തിലും എല്ലാ തലങ്ങളിലും നടന്നു വരുന്നു. കൃഷി ഓഫീസർ സാന്ദ്ര പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക കുമാരി, PTA പ്രസിഡന്റ് ജയേഷ്, മദർ PTA പ്രസിഡന്റ് ശ്രീഷ്മ ശ്രീജിത്ത്, രതീഷ്, ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. കേളകം MGM ശാലോം സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും സീഡ് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ സാജു വർഗീസിന്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ KG സുനിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ TV ജോണി, വിദ്യാർത്ഥികളായ മിഷേൽ ട്രീസ ടോമി, ശ്രേയ മരിയ ലിജോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. ജില്ലയിലെ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിക്ക് തുടക്കമായി. എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ ആദ്യ തൈ നട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ തരിശുഭൂമിയിലും പച്ചത്തുരുത്തുകൾ നട്ടുവളർത്തുന്ന വ്യാപന പരിപാടിക്ക് ലോക പരിസ്ഥിതി ദിനത്തിൽ ഇരട്ടി നഗരസഭയിലെ എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ആദ്യ തൈ നട്ടു. ഇവിടെ ശ്വസിക്കുന്ന ഈ വായു, നമ്മൾ ഈ നിൽക്കുന്ന ഈ മണ്ണ്, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം ഭാവി തലമുറയ്ക്ക് നൽകേണ്ട ഉത്തരവാദപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് മുൻപേയുള്ളൊരു തലമുറ ഇതെല്ലാം നമ്മൾ ഏൽപ്പിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ എത്രയും ഭംഗിയായി വരുന്നൊരു തലമുറ ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രവേശനോത്സവത്തിന് പോയപ്പോൾ അവിടെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകിയിട്ടുള്ള ഒരു നാട്ടുമാവാണ്. അവിടെ പ്രവേശനം നേടിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും നാട്ടുമാവാണ്. ഈ മാവ് വാങ്ങിയൊരു കുഞ്ഞിനോട് എന്തിനാണ് നമ്മൾ മാവ് വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് ചിരിച്ചോണ്ട് പറഞ്ഞത് വീടെടുക്കുമ്പോൾ മുറിച്ച് ജനലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് എന്താണ്? നമ്മളെല്ലാം മരം മുറിക്കുന്നു, വീടെടുക്കുന്നു, ജനലുണ്ടാക്കുന്നു, കട്ടിലുണ്ടാക്കുന്നു. അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് മരം വെക്കുന്നത് കട്ടിലുണ്ടാക്കാനും ജനലുണ്ടാക്കാനും വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. എന്നാൽ ജനലുണ്ടാക്കാനല്ല, കട്ടിലുണ്ടാക്കാനല്ല, നമുക്കൊരു തണലേകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അവരെയെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. ആ പഠിപ്പിക്കേണ്ടത് പാഠപുസ്തകത്തിൽ നിന്നല്ല, പാഠപുസ്തകത്തിനപ്പുറത്തുള്ള ഒരു ജീവിത പാടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വേണം. അത് ഹരിതകർമ്മ സേനയ്ക്ക്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ K ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലയിൽ 24 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ 37 ഇടങ്ങളിലാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നത്. ഇരട്ടി നഗരസഭയിലെ എടക്കാനത്ത് 1 ഏക്കർ ഭൂമിയിലാണ് വിവിധ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്നത്. വൃക്ഷവൽക്കരണ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് പുന്നാട്, KR
ശ്രീധരൻ വള്ളിത്തോട്, ഭക്തദാസ് ഉർവശ, ഇരട്ടി ഗ്രീൻ ലീഫ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്നിവരെ പരിപാടിയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ആദരിച്ചു. ഓർമ്മമരം പരിപാടിയുടെ 2024 വർഷത്തെ ഉദ്ഘാടനം ചിത്രകാരിയും ഇരട്ടി നഗരസഭാ ശുചിത്വ അംബാസിഡറുമായ വിദ്യാ സുദ്ദാർ ഓർമ്മമരം നട്ട് നിർവഹിച്ചു. ജില്ലയിൽ 267 ഏക്കർ ഭൂമിയിൽ 147 പച്ചത്തുരുത്തുകൾ വളരുന്നുണ്ട്. വിദ്യാലയ മുറ്റ പച്ചത്തുരുത്തുകൾ എന്ന പരിപാടിക്കും ഈ വർഷം ജില്ലയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇരട്ടി നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ബൾക്കീസ്, MK രവീന്ദ്രൻ, TK ഫസീല, K സുരേഷ്, K സോയ, കൗൺസിലർമാരായ AK ഷൈജു, P ഫൈസൽ, P ശശി, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ ജയപ്രകാശ് പന്തക്ക, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KV രാജീവൻ, നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, വാർഡ് കൗൺസിലർ K മുരളീധരൻ, CDS ചെയർപേഴ്സൺ K നിതിന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കീഴ്പള്ളി പാലപ്പുഴ റോഡിലൂടെ കടന്നു പോകുന്ന കാട്ടാനക്കൂട്ടം. ആർളം ഫാമിൽ നിന്നുള്ള കാഴ്ചയാണിത്. രാത്രിയായാൽ കീഴ്പള്ളി പാലപ്പുഴ റോഡിലൂടെ ആർക്കും ധൈര്യത്തോടെ സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് പ്രദേശത്തെ പരിചയമുള്ളവർക്ക് അറിയാം. എന്നാൽ അറിയാതെ ഇതുവഴി രാത്രിയെങ്ങാനും പോയാൽ ഇങ്ങനെ കാട്ടാനക്കൂട്ടം മുന്നിലുണ്ടാവും. എത്രടാ എൻ്റെ അമ്മു! ഇത് വനത്തിലൂടെയുള്ള റോഡ് അല്ലെന്നും ഓർമ്മ വേണം. ആയിരക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ആർളം ഫാം പുനരധിവാസ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഇവരുടെ ഈ കാട്ടാന ശല്യത്തിന് എന്നാവും പരിഹാരമുണ്ടാവുക. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ദുശ്ശീലങ്ങൾക്ക് ചെലവാക്കുന്ന പണം ശേഖരിച്ച് വൃക്ഷത്തൈകൾ വാങ്ങി റോഡരികിൽ നട്ടുവളർത്തിയ ചാവശ്ശേരിയിലെ N മുഹമ്മദിന് അധികൃതരോടും ചിലത് പറയാനുണ്ട്. ജില്ലയിലെ പച്ചത്തുരുത്ത് വ്യാപന പരിപാടിയുടെ ഭാഗമായി എടക്കാനം റിവർ പോയിന്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള അനുമോദനം ഏറ്റുവാങ്ങാനായിരുന്നു മുഹമ്മദ് എടക്കാനത്തെത്തിയത്. അനുമോദന ചടങ്ങിന് മൊമെന്റോ ഏറ്റുവാങ്ങാൻ പേര് വിളിച്ചപ്പോൾ മൈക്ക് വാങ്ങി പറഞ്ഞത് ഇങ്ങനെയാണ്. എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. കാരണം 8ാം ക്ലാസ് പാസ്സായെന്ന് വെച്ചാൽ ഞാൻ ഉപ്മാവും പാലും കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിലേക്ക് വരാതെ കുട്ടികളെ മാഷ് പറയും പോയിട്ട് കൂട്ടിയിട്ട് പോകാം. അങ്ങനെയാണ്. മാഷ്ക്കും എന്നോട് ഇഷ്ടമാണ്. മറ്റു ബാങ്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ ലോറി ഡ്രൈവറായിട്ട് പോകുന്ന ബസ്സിൽ ലോറിയിലും പണിയെടുത്തതാണ്. ലോറി പോകുന്ന സമയത്ത് പല സ്റ്റേറ്റുകളിൽ പോയി വരുമ്പോൾ പോകുന്ന പോക്കിലെല്ലാം സ്റ്റേറ്റിൽ മരങ്ങളുണ്ടായിരുന്നു. അത് 4 പേര് വരുന്ന സമയത്ത് മുറിച്ച് മാറ്റി. പിന്നെ നമുക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ല. അങ്ങനെയാണ് ഈ വളവുകാർക്ക് ഈ റോഡിന് വേണ്ടിയിട്ട് മരം മുറിക്കും. ഒരു മരം മുറിക്കുമ്പോൾ 10 മരം വെക്കുന്നല്ലേ പറഞ്ഞത്. അത് ഒന്നുപോലും സംരക്ഷിക്കാൻ ആവില്ല. എന്താ കാരണം കുഴിച്ചിലായിട്ടല്ല, അത് സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് പറയാം, ഒരു മരത്തിന് 100 രൂപ മുതൽ 800 രൂപ വരെ വില വരുന്ന ചെടിക്ക് വിലയാണ്. ഇത് ആന്ധ്ര, മഹാരാഷ്ട്ര പല സ്റ്റേറ്റിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു പിന്നെ ഇത് ലോറിയിൽ 10-20 കൊണ്ട് രാത്രി കാലങ്ങളിൽ കൊണ്ടാന്ന് രാവിലെ 4 മണി മുതൽ 5-6 മണി വരെ നട്ട് വളർത്തുന്നത്. എന്താ കാരണം അഭിപ്രായങ്ങൾ പലതും ആൾ പറയും, എന്താ ഇതെന്തിനാണ് നിങ്ങൾക്ക് വയസ്സെത്രയായി, അങ്ങനെ നിങ്ങൾ ഇതിനെന്തിനാണ് നിൽക്കുന്നതെന്നല്ല പറയാം. പിന്നെ ചില ആൾ ചോദിക്കും ഇതിൻ്റെ പൈസ എങ്ങനെയാണെന്ന് വെച്ച്, ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ചിലവ് ഞങ്ങൾക്ക് ദുശ്ശീലങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു മനുഷ്യന് എന്തായാലും 500-600 ദുശ്ശീലങ്ങൾ ഉണ്ടാവും. എൻ്റെ കഞ്ചാവ്, വെള്ളം, ഇങ്ങനത്തെ എല്ലാ തരിയിലും ഉണ്ടാവും. പക്ഷേ അതിന് ഞാൻ എന്താക്കും 500 ഒരു 100-200 മാറ്റി വെച്ചിട്ട് ഈ സിസറിൻ്റെ പൈസ മാറ്റി വെച്ചിട്ട് ഞാൻ എന്താക്കും 10 ദിവസത്തേക്ക് 2000 ആയി. അപ്പോൾ ഒരു മാസത്തേക്ക് 6000. അങ്ങനെ ഈ കിട്ടുന്ന പൈസ ഫുൾ ശേഖരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇനി ചെയ്യുന്നത്. പിന്നെ ദിനം പ്രതി എൻ്റെ ഈ 10-600 മരങ്ങൾ കൂട്ടുപുഴ മുതൽ തലശ്ശേരി കണ്ണൂർ പല സ്ഥലങ്ങളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ദുശീലങ്ങളൊന്നും ഇല്ലാത്ത താൻ ദുശീലങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന പണം സ്വരൂപിച്ചു വെച്ചാണ് ലോറിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോയപ്പോൾ അവിടെ നിന്നും വാങ്ങിച്ച വൃക്ഷത്തൈകൾ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ പാതയോരങ്ങളിൽ നട്ടുവളർത്തിയത്. പക്ഷേ വികസനത്തിൻ്റെ പേരിലും മറ്റും പല മരങ്ങളും മുറിച്ച് നീക്കിയതിനെതിരെ അധികൃതരാരും ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധവും അറിയിച്ചു. ഇദ്ദേഹത്തിന് ജൂൺ 5 മാത്രമല്ല പരിസ്ഥിതി ദിനം, എല്ലാ ദിവസവും പരിസ്ഥിതി ദിനമാണ്. ഇനി വൈശാഖ മഹോത്സവ വിശേഷങ്ങൾ.
കൊട്ടിയൂർ വൈശാഖ മഹോത്സവം രോഹിണി ആരാധനയ്ക്ക് ഒരുങ്ങി കൊട്ടിയൂർ അക്കരെ സന്നിധാനം. വൈശാഖ മഹോത്സവത്തിലെ 4ാമത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധനാ പൂജ വ്യാഴാഴ്ച നടക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4ാമത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധനാ പൂജ വ്യാഴാഴ്ച പെരുമാൾക്ക് സമർപ്പിക്കും. രോഹിണി ആരാധനയ്ക്കായി അക്കരെ സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. ആരാധനാ പൂജയോടനുബന്ധിച്ചാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന കുറുമാത്തൂരിലത്തെ മുതിർന്ന കാരണവരാണ് ആലിംഗന പുഷ്പാഞ്ജലി ശീവേലിക്ക് മുന്നോടിയായാണ് ആലിംഗന പൂജ നടക്കുക. ദക്ഷിണാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവി എരിഞ്ഞടങ്ങിയതറിഞ്ഞ് ഉഗ്രകോപിയായ ശിവനെ വിഷ്ണു ഭഗവാൻ ആലിംഗനം ചെയ്ത് സ്വാന്തനിപ്പിക്കുന്നതിൻ്റെ അനുസ്മരണമായാണത്രേ ഈ ചടങ്ങ് നടത്തുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊട്ടിയൂരിൽ ബുധനാഴ്ച വൻ ഭക്തജന തിരക്ക്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തജനങ്ങൾ കൊട്ടിയൂരപ്പനെ കണ്ടു മടങ്ങിയത്. കൊട്ടിയൂരിൽ ബുധനാഴ്ച വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടെണ്ണൽ ദിനമായിരുന്ന ചൊവ്വാഴ്ച കൊട്ടിയൂർ സന്നിധിയിൽ തിരക്ക് വളരെ കുറവായിരുന്നു. ചൊവ്വാഴ്ച കൊട്ടിയൂരിൽ എത്തേണ്ടിയിരുന്ന ഭക്തജനങ്ങൾ യാത്ര ബുധനാഴ്ചത്തേക്ക് മാറ്റിയതാണ് തിരക്കിന് കാരണമായത്. സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ സാധാരണ തിരക്ക് കുറയാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എല്ലാം തന്നെ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. രണ്ട് പായസം വാങ്ങാം. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഭക്തജനത്തിരക്കുണ്ടാകുമെന്നാണ് ദേവസ്വം അധികൃതർ കണക്കുകൂട്ടുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. അക്കരെ കൊട്ടിയൂർ ശൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിച്ച് കൊച്ചു ഗായിക പറശ്ശിനി മടപ്പുര കുടുംബം PM അനുഷ്കയാണ് പെരുമാൾ നടയിൽ കീർത്തനങ്ങൾ ആലപിച്ചത്. അക്കരെ കൊട്ടിയൂരിലെ ശൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിച്ച് പറശ്ശിനി മടപ്പുര കുടുംബാംഗം PM അനുഷ്ക എന്ന കൊച്ചുമിടുക്കി. ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ
शिवशम्भो स्वयम्भो गंगाधर शंकर करुणाकरा मामव भवसागर तारका गंगाधर शंकर करुणाकरा മാമവ ഭവസാഗര താരക. എല്ലാ വർഷവും വൈശാഖ മഹോത്സവത്തിനെത്തുന്ന അനുഷ്കയും കുടുംബവും ഇത്തവണയും അക്കരെ കൊട്ടിയൂരിലെത്തി ദർശനം നടത്തി. ഏഷ്യാനെറ്റിന്റെ ജൂനിയർ സ്റ്റാർ സിംഗറിലടക്കം നിരവധി പരിപാടികളിൽ ഗാനങ്ങൾ ആലപിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ കൊച്ചു ഗായിക. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാർ സിംഗർ ഫെയിം ജൂനിയറിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും വിവിധ വേദികളിൽ പാടി പ്രതിഭ തെളിയിച്ച കുട്ടിയാണ്. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ എല്ലാ വർഷവും എത്തിച്ചേരാറുണ്ട്. ഈ വർഷവും പതിവ് പോലെ വന്നു. ഭഗവാന്റെ 2-3 കീർത്തനങ്ങൾ ഇവിടെ നിന്ന് ആലപിക്കാൻ പോവുകയാണ്. നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത. കൊട്ടിയൂർ പാരമ്പര്യേതര ട്രസ്റ്റി പി പ്രശാന്ത് അനുഷ്കയെയും കുടുംബത്തെയും സ്വീകരിച്ചു. പറശ്ശിനി മടപ്പുരക്കൽ കുടുംബാംഗം സുമന്ത് ലക്ഷ്മണൻ ഷേർലി ദമ്പതികളുടെ മകളാണ് അനുഷ്ക. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത മഴയിൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മണത്തണ കൊട്ടിയൂർ റോഡിൽ ചാണപ്പാറയിലാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ട് അപകടാവസ്ഥയിലുള്ളത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഗതാഗത തിരക്കിൽ റോഡിലെ ഗർത്തം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും. ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതി മലയോര മേഖലയിലെ റോഡുകൾക്ക് ദിനംപ്രതി അപകട ഭീഷണി ഉയർത്തുകയാണ്. മണത്തണ കൊട്ടിയൂർ റോഡിൽ ചാണപ്പാറയിലാണ് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത്. ശക്തമായ മഴയിൽ മണ്ണൊലിച്ചുപോയി വലിയ ഗർത്തം രൂപപ്പെട്ട് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുകയാണ്. കുത്തനെയുള്ള ഇറക്കവും വലിയ വളവുമായ ഈ റോഡിൽ അപകട സാധ്യത പൊതുവെ കൂടുതലാണ്. ഇതിനൊപ്പം തന്നെയാണ് റോഡിനോട് ചേർന്ന് വലിയ ഗർത്തം കൂടി രൂപപ്പെട്ടത്. ഈ ഭാഗത്തു കൂടിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുകയാണ്. ശക്തമായ മഴ പെയ്താൽ വെള്ളം നിറഞ്ഞ് ഇവിടെ കുഴിയുണ്ടെന്ന് പോലും യാത്രക്കാർക്ക് മനസ്സിലാകാൻ സാധിക്കുകയില്ല. വൈശാഖ മഹോത്സവ സമയം കൂടിയായതിനാൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് ഈ റോഡിലൂടെ നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇരുവശത്തുകൂടെ കടന്നു പോകുമ്പോൾ അപകട സാധ്യത ഏറുകയാണ്. സ്കൂൾ തുറന്നതിനാൽ രാത്രികാലത്താണ് ഇപ്പോൾ കൊട്ടിയൂരിലേക്ക് തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ്. അന്യനാട്ടിൽ നിന്നുള്ള യാത്രക്കാർക്ക് റോഡ് പരിചയമില്ലാത്തതിനാൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. നിലവിൽ കാൽനട യാത്രക്കാർക്കും ചെറുവാഹന യാത്രക്കാർക്കും റോഡ് ഒരുപോലെ തലവേദനയാകുകയാണ്. കഴിഞ്ഞ ദിവസം തലനാരിഴക്കാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ നിന്നും കുഴിയിൽ വീഴാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അധികൃതർ ഈ പ്രശ്നം പരിഹരിക്കാത്തതിൽ ചാണപ്പാറയിലെ പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരുപോലെ പ്രതിഷേധത്തിലാണ്. എത്രയും വേഗം റോഡരികിലെ കുഴികളടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നടക്കുന്ന സമയം കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നിരവധി വണ്ടികൾ വരുന്നൊരു വഴിയാണത്. ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലുള്ളവർക്ക് ഇങ്ങനെ ഒരു കുഴിയൊക്കെ ഇവിടെ ഉള്ളത് നമുക്കറിയാം. പുറമേ നിന്ന് വരുന്നവർക്ക് ഈ രാത്രി സമയത്തൊക്കെ പെട്ടെന്ന് വളവും കൂടി ആയിട്ട് തിരിയൂല. ഇങ്ങനെ ഒരു കുഴി ഇവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഒരു വളവും കൂടി ആയിട്ട് സൈഡ് കൊടുക്കാനുള്ളൊരു വഴിയൊന്നുമില്ല. ചെറിയ വണ്ടിക്ക് മാത്രമല്ല, ഇത്രയും വലിയൊരു കുഴി വലിയ വണ്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ട് സൈഡിലും മഴ പെയ്യുന്നതുകൊണ്ട് ഓവുചാലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ റോഡിനോട് ചേർന്ന് ഇത്ര വലിയ കുഴി ഉണ്ടായത്. പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരട്ടി പെരുമ്പറമ്പ് ഇക്കോ പാർക്കിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. ഓയിസ്ക ഇന്റർനാഷണൽ ഇരട്ടി, ഇരട്ടി സിറ്റി ലയൺസ് ക്ലബ്ബ്, ഇരട്ടി സീനിയർ ചേംബർ, അലയൻസ് ക്ലബ്ബ് ഇരട്ടി, ഇരട്ടി സംഗീത സഭ, ഇരട്ടി യുവജന കലാസാഹിതി എന്നീ സംഘടനകൾ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി. പെരുമ്പറമ്പ് ഇക്കോ പാർക്കിൽ നടന്ന പരിപാടി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഇക്കോ പാർക്കിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ല വായു, മണ്ണ്, ഭൂമി മലിനമില്ലാതെ നമുക്ക് നമ്മുടെ തലമുറക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ ഒത്തൊരുമിച്ച് നടത്തേണ്ടത്. അതിന് എല്ലാ സംഘടനകളും, ഇവിടെ ഓയിസ്ക ഇന്റർനാഷണൽ, സംഗീത സഭ,
അതുപോലെ യുവജന സാഹിതി, യുവ കലാസാഹിതി എന്നിങ്ങനെയുള്ള സീനിയർ ചേംബർ എന്നിങ്ങനെയുള്ള ലയൺസ് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളാണ്, അലയൻസ് ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളാണ് ഇവിടെ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ നിന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സംഘടനകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒഎസ്ക പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഒഎസ്ക ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ബേസിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ തിരിച്ചറിയുന്നു, ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു. മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം. ഭൂമിയിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എൻ്റെതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങളും ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിച്ച് സൗഹൃദോൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാൻ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പങ്കുചേരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഇരട്ടി യുവകലാ സാഹിതി, ഇരട്ടി സംഗീത സഭ എന്നിവർ ഓർമ്മമരം നട്ടു. സിറ്റി ലയൺസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയമാക്കൽ, സീനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, അലയൻസ് ക്ലബ്ബ് സെക്രട്ടറി പ്രകാശൻ പാർവണം, ഇരട്ടി സംഗീത സഭാ പ്രസിഡന്റ് മനോജ് അമ്മ, യുവകലാ സാഹിതി സെക്രട്ടറി സി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പായം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, സോഷ്യൽ ഫോറസ്ട്രി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ പച്ച പരിപാടി സംഘടിപ്പിച്ചു. പായം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, സോഷ്യൽ ഫോറസ്ട്രി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോളിക്കടവിൽ ആരോഗ്യ പച്ച പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തൈകളും ഇതെല്ലാം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി സാധിക്കും, സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ എല്ലാം മേൽനോട്ടത്തിന് ആളുകൾ വേണം, അല്ലെങ്കിൽ സംഘടനകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വേണം. അപ്പോൾ അതിന് സംരക്ഷണം മുന്നോട്ടേക്ക് പോയാൽ അത് നമുക്ക് വലിയ സഹായകരമാവും. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നമ്മളെല്ലാം കണ്ണീരക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത്തരമൊരു വലിയ ഉത്തരവാദിത്വമാണ് പായം ഗ്രാമപഞ്ചായത്തും ഇവിടുത്തെ ആയുർവേദ ആസ്പത്രി, വ്യാപാരി വ്യവസായികളും അതുപോലെ നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടറെയും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയെയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ പ്രത്യേകം സഹായിച്ചിട്ടുള്ള നമ്മുടെ 3 കുട്ടികൾ അല്ലേ, തരുണും തന്മയും കൈലാസും, അവരെല്ലാം പ്രത്യേകം ചെറിയ മനസ്സിൽ തന്നെ അവരുടെ ഇത്തരം വലിയൊരു പ്രാധാന്യം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പരിസ്ഥിതി ദിന പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ചെന്നകേശ്വർ, വി പ്രമീള, വാസു മാസ്റ്റർ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കണിച്ചാർ പച്ചത്തുരുത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി കണിച്ചാർ പഞ്ചായത്ത് തല വൃക്ഷത്തൈ നടിയിൽ കണിച്ചാർ പച്ചത്തുരുത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരിയുടെ അധ്യക്ഷതയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ജലസ്രോതസ്സെല്ലാം വലിച്ചെറിയുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. നമ്മൾ എത്ര ബോധവൽക്കരിച്ചാലും മാറാത്ത കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകത്തിലെ ഹംപി എന്ന സ്ഥലത്ത്, ഹംപി എന്ന് കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പിന്നെ ലോകത്തിലെ ഏറ്റവും പൈതൃക നഗരമായിട്ട് കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഈ ഹംപി എന്ന് പറയുന്നത്. അവിടെ പോയപ്പോൾ അവിടെ മുഴുവൻ ക്ഷേത്രങ്ങളാണ്. എന്നുവെച്ചാൽ 6-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത് മുഴുവൻ. ആ പ്രദേശം മുഴുവൻ ഒരു വൃത്തിഹീനമാണ്. ലോകത്തിലുള്ള സർവ്വസഞ്ചാരികളും വരുന്നൊരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ആ പ്രദേശങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കും. മുഴുവൻ പ്ലാസ്റ്റിക്കും അതുപോലെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റുകൾ മുഴുവനും അവിടെ കൂട്ടിയിട്ടേക്കാണ്, പല സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടേക്കാണ്. നമുക്ക് ആ നഗരത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളവും അവിടവും തമ്മിൽ നമുക്ക്, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഹൈദർമസേന ഉള്ളതുകൊണ്ട് കേരളം എത്ര സുന്ദരമാണ് എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ ഐഹോള എന്ന് പറയുന്ന സ്ഥലമുണ്ട്.
അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരശുരാമൻ അയാൾ ഭയങ്കര കോപകലനായിരുന്നു. അയാൾ 24 പിന്നെ രാജാക്കന്മാരെ വധിച്ചു കോപകലനായിട്ട്. അതിന് ശേഷം അയാളുടെ മഴ കൊണ്ടുപോയിട്ട് ഒരു കഴുകിയ ഒരു പുണ്യ നദിയുണ്ട് അവിടെ. അപ്പോൾ ആ പുണ്യ നദി കഴുകുമ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ ഐഹോള എഞ്ചാൽ രക്തം എന്ന് പറഞ്ഞതാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഐഹോള എന്നായത്. അവിടെ ഒരു പഴയ കാലത്തെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ധാരാളം ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു പിന്നെ പുണ്യ നദിയായിട്ട് പോലും ആ നദിയിലുള്ള വേസ്റ്റ് നമുക്ക് അതിനകത്ത് തൊടാൻ പോലും കഴിയില്ല. അപ്പോൾ അത്ര വൃത്തിഹീനമാണ് നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് പോയത്. നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് പോകുമ്പോൾ ഭയങ്കര വൃത്തിഹീനമാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ അതിലും വൃത്തിഹീനമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഹരിതകർമ്മസേന ഉള്ളത് കൊണ്ട് പ്ലാസ്റ്റിക് ഓരോ ദിവസം ശേഖരിക്കുകയാണ്. നമ്മുടെ ഒരു മാസം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുന്നത് ഏതാണ്ട് 700 കിലോയോളം പ്ലാസ്റ്റിക്കുകളാണ് ഒരു മാസം ഹരിതകർമ്മസേന 13 വാർഡിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാത്രം എന്ന് വിചാരിക്കണം. കഴിയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്. ചടങ്ങിൽ കൃഷി ഓഫീസർ ബെഞ്ചി ഡാനിയൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ, അഖിൽ, അനീഷ് PS, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് തല പരിസ്ഥിതി ദിനാചരണം തളിര് എഡൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും കാത്തോലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം തളിര് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ തോമസ് വടക്കേമുറിയൽ സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു. ആർളം ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് അന്ത്യാങ്കുളം അധ്യക്ഷത വഹിച്ചു. എഡൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിൻസി പി സലാം, സെന്റ് മേരീസ് LP സ്കൂൾ ഹെഡ്മിസ്റ്റർ സെലിൻ വി ജോൺ, ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ സിസിലി ജോസഫ്, ടീച്ചേഴ്സ് ഗിൽഡ് സ്റ്റേറ്റ് പ്രതിനിധി മാത്യു ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ഫാദർ ബിജു ആൻ്റണി, PTA പ്രതിനിധികളായ റെന്നി കെ മാത്യു, ജോസ് മാത്യു, തലശ്ശേരി അതിരൂപത ടീച്ചർ ഗിൽഡ് പ്രതിനിധികളായ ശ്രേയസ് P ജോൺ, ജോമി ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച ആക്ടിവിറ്റി റൂമിന്റെ ഉദ്ഘാടനം നടന്നു. എടത്തൊട്ടി പള്ളി വികാരി ഫാദർ രാജു ചൂരക്കാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികൾക്കായി സജ്ജീകരിച്ച ആക്ടിവിറ്റി റൂമിന്റെ ഉദ്ഘാടനം എടത്തൊട്ടി പള്ളി വികാരി ഫാദർ രാജു ചൂരക്കാട്ട് നിർവഹിച്ചു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായായിരുന്നു എടത്തൊട്ടി നവജ്യോതി സീനിയർ സെക്കൻഡറി സ്കൂളിലെ LKG UKG വിദ്യാർത്ഥികൾക്കായി ആക്ടിവിറ്റി റൂം സജ്ജീകരിച്ചത്. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അൽഫോൺസ് ടോം, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ അനൂജ ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ലോക പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്ത പരിപാടികളുമായി മാട്ര കാരീസ് UP സ്കൂൾ. ലോക പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്ത പരിപാടികളുമായി മാട്ര കാരീസ് UP സ്കൂൾ. കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന പൂച്ചെടികൾ കൊണ്ടുള്ള പൂന്തോട്ട നിർമ്മാണം, വിവിധ ഫലവൃക്ഷ തൈകൾ കൊണ്ടുള്ള പഴത്തോട്ട നിർമ്മാണം, പച്ചക്കറിത്തോട്ട നിർമ്മാണം, പോസ്റ്റർ രചനാ മത്സരം, ക്വിസ് മത്സരം, പ്രസംഗം എന്നിവയൊക്കെയാണ് പരിസ്ഥിതി ദിനത്തിൽ നടത്തിയത്. പരിസ്ഥിതി ദിന പരിപാടി മാവിൻ തൈ നട്ട് മാട്ര വാർഡ് മെമ്പർ സരുൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റോയ് വെട്ടിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റർ തങ്കമ്മ ഈച്ചെ, അഞ്ജന സാഗർ, PTA അംഗങ്ങളായ പങ്കജാക്ഷൻ കുറ്റിയാനിക്കൽ, ജയപ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി. കേളകം പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഇരിട്ടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി. കേളകം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ഏറ്റെടുത്ത ആ ഉജ്ജ്വലമായ
ആ സംരംഭം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. അതിൽ ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. സോമിൽ ഓണർമാർ പൊതുവെ മരനശീകരണ പ്രക്രിയയാണ് നടത്തുന്നത് എന്ന സമൂഹത്തിലൊരു ചിന്ത 97 മരമില്ല് തുടങ്ങാൻ വേണ്ടി വ്യവസായ ഓഫീസറുമായി 2-3 മീറ്റിംഗ് നടത്തിയപ്പോൾ വ്യവസായ ഓഫീസർ പൊതുവെ ആ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഞാനും എൻ്റെ പിതാവും ഒന്നിച്ച് വ്യവസായ ഓഫീസിൽ 2 പ്രാവശ്യം കയറുകയാണ്. വ്യവസായ ഓഫീസർ പറഞ്ഞു, എന്തിനാ മരമില്ല് തുടങ്ങുന്നത്, അതിന് നമുക്ക് പ്രോത്സാഹനം നൽകാൻ പറ്റില്ല. ഇന്ന് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മില്ലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങളൊരു ഫ്ലവർ മില്ല് അങ്ങനെ പറഞ്ഞ് തുടങ്ങിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു മരമില്ല് തുടങ്ങിയ മരമില്ല് മേഖലയിൽ വന്നു. 15 വർഷം മുന്നേ സംഘടന രൂപീകരിച്ചു. സംഘടനയുടെ തുടക്കത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ വളരെ നല്ല നിലയിൽ ഈ മരങ്ങൾ ജില്ലയിലൊട്ടാകെ വിതരണം ചെയ്യുകയും ഞങ്ങളുടെ ഇവിടെ പറഞ്ഞു പോയ മുൻ പ്രസിഡന്റ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ചടങ്ങിൽ മലയോര മേഖലയിലെ ആദ്യകാല മരവ്യവസായിയും സോമിൽ ഉടമയുമായ KS ജോണിനെ ആദരിച്ചു. ബെന്നി ചീരംവേലിൽ അധ്യക്ഷത വഹിച്ചു. മാടായി കുഞ്ഞഹമ്മദ് ഹാജി, അബൂട്ടി ശിവപുരം, MC മാത്യു, ദിലീപ്, ജിതിൻ PK, ബിജു, PVA തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. വൃക്ഷത്തൈ വിതരണം ജില്ലാ ട്രഷറർ K ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സന്തോഷ് പെരേപ്പാടൻ, വിദ്യാർത്ഥി പ്രതിനിധി അന്ന മരിയ ജോസി എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കൊളക്കാട് കാപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സന്തോഷ് പെരേപ്പാടൻ, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി അന്ന മരിയ ജോസി എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ജാൻസി തോമസ്, സയൻസ് ക്ലബ്ബ് കൺവീനർ ദീപ്തി കുര്യാക്കോസ് പരിസ്ഥിതി സന്ദേശം നൽകി. സ്വയം നിർമ്മിത പ്ലക്കാർഡുകളുമേന്തി വിദ്യാർത്ഥികൾ റാലി നടത്തി. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരം, പോസ്റ്റർ രചന എന്നിവയും നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഏലപ്പീടിക അനുഗ്രഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഏലപ്പീടിക വനസംരക്ഷണ സമിതി, ഏലപ്പീടിക ഹെൽത്ത് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും ശുചീകരണവും നടത്തി. ഏലപ്പീടിക അനുഗ്രഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല ഗ്രന്ഥാലയം, ഏലപ്പീടിക വനസംരക്ഷണ സമിതി, ഏലപ്പീടിക ഹെൽത്ത് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ലോക പരിസ്ഥിതി ദിനാചരണവും ശുചീകരണവും നടത്തിയത്. 29 മൈൽ വെള്ളച്ചാട്ട പരിസരവും ശുചീകരിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡംഗം ജിമ്മി അബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നരോത്ത് ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ജയാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ഏലപ്പീടിക വനസംരക്ഷണ സമിതി സെക്രട്ടറി ഷിജിൻ KV, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് CDS വൈസ് ചെയർപേഴ്സൺ പ്രമീള സുരേന്ദ്രൻ, അലോമ പേര്യ അംഗങ്ങളായ ആൽവിഷ്, ജ്യോതിഷ്, വായനശാല പ്രസിഡന്റ് ജോബ് OA, കമ്മിറ്റി അംഗങ്ങളായ CG സുരേഷ്, ജിബിൻ വർഗീസ്, ലൈബ്രറിയൻ ജോമിനി ഷിജു, അമൽ മാവേലി തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. പുഴക്കര പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. സോളി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പുഴക്കര പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നീ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അയ്യപ്പങ്കാവ് മുബാറക് LP സ്കൂൾ പരിസരത്ത് ശുചീകരണവും തണൽമരം നട്ടുപിടിപ്പിക്കൽ, പരിസ്ഥിതി ദിന പ്രതിജ്ഞ, പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ്, വായനശാല ബാലവേദി അംഗങ്ങൾക്കായി പരിസ്ഥിതി ദിന ക്വിസ്, ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചത്. പരിപാടി സോളി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സലാം പാണമ്പ്രോൺ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയവയ്ക്ക് സജന ടീച്ചർ, ഷംസുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. P സലാം, നിസാർ K, ലത്തീഫ് ചെറിയട്ടി, സായിസ്, ഫൗസിയ, ഷക്കീർ, നൌഷാദ്, ഷിഹാബ് CH, P യൂനസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കോമ്പൗണ്ടിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു.
ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചരമം. കൊട്ടിയൂർ പാൽച്ചുരത്തെ തോട്ടുംകരയിൽ ഗോപാലൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ഭാര്യ സുലോചന, മക്കൾ ചന്ദ്രബോസ്, സുഭാഷ്, സുപ്രിയ, മരുമക്കൾ സിന്ധു, രാജേഷ്, സന്ധ്യ. കേളകത്തെ അരീക്കാട്ടിൽ ശിവൻ സതി ദമ്പതികളുടെ മകൻ അഭിജിത്ത് അന്തരിച്ചു. 30 വയസ്സായിരുന്നു. സഹോദരൻ ദേവജിത്ത്. നെടുമ്പുറം ചാലിലെ വട്ടവിരിപ്പിൽ സ്കറിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഭാര്യ ശോശാമ, മക്കൾ ജോസഫ്, വർഗീസ്, മരുമക്കൾ ജെസ്സി, മിനി. ഈരായിക്കൊല്ലിയിലെ കല്ലൻ ബാലൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ രതി, മക്കൾ ലീന, സിന്ധു, മനോജ്, മരുമക്കൾ രാജീവൻ, അജയൻ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 191, പേരാവൂർ 191.50, കൊട്ടിയൂർ 191.50. റബ്ബർ ലോട്ട് ഇരിട്ടി 170, പേരാവൂർ 181.50, കൊട്ടിയൂർ 181.50. ഒട്ടുപാൽ ഇരിട്ടി 107, പേരാവൂർ 114, കൊട്ടിയൂർ 114. കുരുമുളക് ഇരിട്ടി 600, പേരാവൂർ 600, കൊട്ടിയൂർ 600. കൊട്ടടയ്ക്ക ഇരിട്ടി 335, പേരാവൂർ 340, കൊട്ടിയൂർ 330. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6660, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരട്ടി കീഴൂർക്കുന്നിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് പയഞ്ചേരി വികാസ് നഗറിലെ മുഹമ്മദ് റസീൻ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും വിദ്യാലയങ്ങളിലും വൃക്ഷത്തൈ നടലും വിവിധ പരിപാടികളും. ജില്ലയിൽ പച്ചത്തുരുത്ത് വ്യാപന പരിപാടികൾക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കമായി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. രോഹിണി ആരാധനയ്ക്കൊരുങ്ങി കൊട്ടിയൂർ അക്കരെ സന്നിധാനം. ബുധനാഴ്ചയും കൊട്ടിയൂരിൽ ഭക്തജന പ്രവാഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.